ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈന്തപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിനും. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായി അത് മെൽട്ടായിട്ട് ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അതിന് ശേഷം നല്ലൊരു ഡാർക്ക് കളർ ആവുന്നവരെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിനി ഇത് നല്ലൊരു കളറാക്കി എടുക്കാൻ. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ പതയാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മേത്തേക്കും മുഖത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ട ചെയ്തപോലെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മളിത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ ആ കട്ടയൊക്കെ നന്നായിട്ട് മെൽട്ടായിക്കോളും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം വേണം നമ്മൾ കേക്ക് ബാറ്ററിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 1/4 കിലോ വരുന്ന ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ളത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡേറ്റ്സിൻ്റെ മധുരം നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈന്തപ്പഴം നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം. അത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതിലായി ഈന്തപ്പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേക്കിൽ ഈന്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിങ്ങനെ തന്നെ ബാറ്ററിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചെടുത്തിട്ടും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷമാണ് ഇതും നമ്മൾ കേക്ക് ബാറ്ററിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കേക്കിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് സ്പൈസസിൻ്റെ ഒരു പൗഡർ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ജാതിക്ക, ഇത് 3ഉം കൂടിയിട്ടുള്ള പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജാതിക്കയും ഗ്രാമ്പും നമ്മൾ 1/4 ടീസ്പൂൺ വീതും പട്ട 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോഴാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുക. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ കേക്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലാദ്യം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മളിത് കേക്കിൽ ചേർത്ത് കൊടുത്താൽ കേക്ക് ബേക്കായി വരുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്ത് പോയിട്ട് അടിയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ മൈദ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ബീറ്റർ കയ്യിലുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്കത് മിക്സിയിലും ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും അതായി കിട്ടാൻ. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് ശരിയായി കിട്ടും. ഒരു 3-4 മിനിറ്റ് സമയം എടുക്കുള്ളൂ. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീം കളറായി കിട്ടണം.
അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ അതൊന്ന് ഉരുക്കിയെടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ടയും ഓയിലും ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചേർക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആ വേവിച്ചെടുത്തിട്ടുള്ള ഡേറ്റ്സും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡേറ്റ്സ് ചേർക്കുമ്പോഴും അത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡേറ്റ്സ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ പതുക്കെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യാൻ എളുപ്പം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും. പിന്നെ നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൈദ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത്. ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് മിക്സ് ചെയ്താലാണ് കേക്ക് ഹാർഡായി പോവുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരിയും ബദാമും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി പതുക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിൽ അടിഭാഗത്തും സൈഡിലും ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓവനോ പാത്രമോ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. ഇവിടെ അപ്പോൾ നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. ഇനി ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് 1 മണിക്കൂർ സമയമാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ബേക്കിംഗ് ടൈമിന് നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റവിനനുസരിച്ചും അതുപോലെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഈ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബേക്കായോ എന്ന് അറിയാൻ കേക്കിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായെന്നർത്ഥം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. എന്തായാലും ഈ പാത്രം നമ്മൾ കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. തുറന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വെക്കാം. അതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഡീമോൾഡ് ചെയ്തെടുക്കാം. അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഈ ഒരു കേക്കും അത് നമ്മൾ പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഒരു ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. ഏകദേശം പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റും ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു കേക്കിനും. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്